my dear children. We are dealing with our revision classes, and this is our third class about the revision class, that is gravitation. And in the previous classes, we first discussed about the content of that chapter, and later we start doing our exercise problems. So today is the continuation of that exercise problems. നമ്മൾ 9th പ്രോബ്ലം വരെയാണ് ചെയ്തിരുന്നത്, and now we are moving on to the 12th question. So here we are only working out the important questions in this chapter. Okay, so in the previous class we worked up to 9th questions, and now we are moving on to the 12th question. Okay, first of all I will read the question. The gravitational force on the surface of moon is only 1/6 as strong as gravitational force on the earth. What is the weight in newtons of a 10 kilogram object on the moon and on the earth? നമ്മൾ പഠിച്ചതാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് മൂണിലും എർത്തിലും ഇറ്റ് ഈസ് ഡിഫറൻറ്റ് അല്ലേ. ആൻഡ് യു ഓൾസോ ലേൺഡ് അബൌട്ട് ആൻ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ വെയിറ്റ് അല്ലേ. എന്തൊക്കെയായിരുന്നു? വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ ദ മൂൺ WM is equal to 1/6 into WE, which is the weight of the earth in the earth, weight of an object in the earth. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. 60 കിലോഗ്രാം ആണ് ഒരു 60 കിലോഗ്രാം അല്ലെങ്കിൽ 60 ന്യൂട്ടൺ ആണ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. സോ 60 ന്യൂട്ടൺ ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എർത്തിലെങ്കിൽ അതേ ഒബ്ജക്റ്റിന് മൂണിൽ എത്രയായിരിക്കും? 60 ഡിവൈഡഡ് ബൈ 6. അതിനെ ഒന്ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ്സ് വെയിറ്റ് ബിക്കംസ് 10 ന്യൂട്ടൺ. അതായത് നമുക്ക് മനസ്സിലാക്കാം ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് മൂണിൽ എർത്തിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസ് അതാണ്. എർത്തിലുള്ള വെയിറ്റിൻ്റെ 1/6 മാത്രമേ എന്തിലുള്ളൂ? മൂണിലുള്ളൂ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 10 കിലോഗ്രാം മാസമുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനാണ് അല്ലേ. 10 കിലോഗ്രാം മാസമുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അറ്റ് ദി എർത്ത് ആൻഡ് അറ്റ് ദി മൂൺ, രണ്ടും കണ്ടുപിടിക്കണം. സോ നമുക്ക് മൂണിലെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എർത്തിലെ വെയിറ്റ് വേണം. ആദ്യം നമുക്കപ്പം എർത്തിലെ വെയിറ്റ് കണ്ടുപിടിക്കാം. വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എർത്ത് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ എന്തുമാത്രമാണ് എർത്ത് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെയിറ്റ് പറയുന്നത്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ആ ഫോഴ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് വെയിറ്റ്. സോ W is equal to F is equal to mg. ഇവിടെ M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ്. ആ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി 10 കിലോഗ്രാം ഒബ്ജക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ 10 into g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. So we are substituting these values and we get the answer as 10 into 9.8 is equal to 98 Newton. This is the weight of that object in the earth. Now we have to calculate the weight of that object in the moon using the equation WM is equal to 1/6 WE, where WM is the weight of the object at moon and WE is the weight of the object at the earth. So ഈ equation of the direct substitute ചെയ്യുമ്പോൾ we get 98 divided by 16 കിട്ടും, which is equal to 16.333. അങ്ങനെ റെക്കർ ചെയ്ത് പോവുകയാണ്. ഞാൻ ജസ്റ്റ് 1 ഡിജിറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 16.3. നോട്ട് ദാറ്റ് ദ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ ബിക്കോസ് ദിസ് ഇസ് ദ ഫോഴ്സ് അല്ലെ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ ഇവിടെ ന്യൂട്ടൺ ആണ് എന്തായിട്ട് വരുന്നത്? യൂണിറ്റ് ആയിട്ട് വരുന്നത്. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് മാസ്? ഇറ്റ് ഇസ് കിലോഗ്രാം അല്ലേ. വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ന്യൂട്ടൺ. നമ്മളൊരു ഡിഫറൻസ് ഒരു കോളം ഒക്കെ വരച്ച് പഠിച്ചതാണ്. ഓക്കെ, അപ്പം അതൊന്ന് റീകളക്ട് ചെയ്തെടുത്തോളൂ. ഇപ്പം ഇതിൻ്റെ ആൻസർ എത്രയൊക്കെയാണ്? 98 ന്യൂട്ടൺ ആണ് എവിടെ വരുന്നത്? എർത്തിൽ വരുന്നത്. ആൻഡ് അറ്റ് ദി മൂൺ ഇറ്റ് ഈസ് 16.3 ന്യൂട്ടൺ. Now let's move on to the next question. That is, a ball is thrown vertically upwards with a velocity of 49 meter per second. Calculate, first one, maximum height to which it rises. Second, the total time it takes to return to the surface of the earth. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുൻപും ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. A ball is thrown vertically upwards with a velocity of 49 meter per second. ഒരു ബോള് 49 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയുകയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഹൈറ്റ് ടു വിച്ച് ഇറ്റ് റൈസസ്. അതെന്തുമാത്രം മാക്സിമം ഹൈറ്റ് എത്രയാണ് റീച്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. യെസ്, ഇപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? The first one, initial velocity 49 meter per second, u is equal to 49 meter per second. Then maximum ഹൈറ്റിലുള്ള മാക്സിമം ഹൈറ്റ് വരെ ഇവിടെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് എന്തോരം പോകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം ഹൈറ്റിൽ വി നോ ദാറ്റ് ദ വെലോസിറ്റി ഈസ് 0.
അല്ലേ? ഇവിടുന്ന് ഇനിഷ്യൽ വെലോസിറ്റി 49 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ മുകളിലോട്ട് എറിയുന്ന ഒരു ബോളിൻ്റെ വെലോസിറ്റി മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുകയാണ്? ഇറ്റ് ഈസ് ഡിക്രീസിങ് ആൻഡ് അറ്റ് ദ മാക്സിമം ഹൈറ്റ് ഇറ്റ് വെലോസിറ്റി ബിക്കംസ് 0. അതുകൊണ്ടാണ് പിന്നീട് അത് താഴേക്ക് വരാൻ പോകുന്നത്. മാക്സിമം ഹൈറ്റിൽ അതെന്താകും? വെലോസിറ്റി 0 ആകും. സോ അവിടെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി 49 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ദ ഫൈനൽ വെലോസിറ്റി v is equal to 0 എന്ന് പറയുന്നത്. ഇനി മുകളിലേക്കാണ് എറിയുന്ന ഒരു വസ്തു, നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ മുകളിലേക്ക് എറിയുന്ന വസ്തുവിൻ്റെ g എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കണം? ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ്റെ കേസിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നാണ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് s. സോ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇവിടെ u എന്ന് പറയുന്നത് 49 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. v എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി 0 and acceleration due to gravity it is acting downwards, but here the ball is moving in the upward direction, so we can take the acceleration due to gravity as negative, that is negative g എന്ന് എടുക്കണം. സോ ഇനി ഇതിനകത്തോട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഏത് ഇക്വേഷൻ ഓഫ് മോഷനാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, അതൊന്ന് എഴുതി എടുക്കുമ്പോൾ തന്നെ ഏത് ഇക്വേഷൻ വേണമെന്ന് അറിയാം. നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at ആണ്. അതിൽ നമുക്ക് s കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് s is equal to ut plus half at സ്ക്വയർ ആണ്. പക്ഷേ അവിടെ നമുക്ക് എന്തില്ല? t ടൈം ടേക്കൺ തന്നിട്ടില്ല. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് v സ്ക്വയർ മൈനസ് u സ്ക്വയർ is equal to 2as. അതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0 minus 49 സ്ക്വയർ is equal to 2 into minus 10 into s. സോ ഇവിടെ -10 വന്നത് എങ്ങനെയാണ്? യു ക്യാൻ ഇമാജിൻ ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഡ്യൂ ടു മൈനസ് ജി അല്ലേ? അങ്ങനെ മൈനസ് ജിയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 2 into -10 ഈസ് ഈക്വൽ ടു എസ്. ഓക്കെ, അതിൽ നിന്ന് എത്ര കിട്ടും? എസ് ഈസ് ഈക്വൽ ടു 122.5 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം എസ് എന്ന് പറയുന്നത് എത്രയാണ്? 122.5 മീറ്റർ. ദാറ്റ് ഇസ് ദി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്. മാക്സിമം ഹൈറ്റ് എത്ര കിട്ടി? 122.5 മീറ്റർ എന്നുള്ളത് മാക്സിമം ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണാനുള്ളത് എന്താണ്? ദ ടോട്ടൽ ടൈം ഇറ്റ് ടേക്സ് ടു റിട്ടേൺ ടു ദി സർഫസ് ഓഫ് ദ എർത്ത്. അത് താഴെ സർഫസ് ഓഫ് ദ എർത്തിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന ടോട്ടൽ ടൈമാണ്. അതായത് നമ്മൾ ബോൾ മുകളിലേക്ക് എറിഞ്ഞു, ബോൾ മുകളിലെത്തി, then അത് താഴെ വരണം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ കാണുന്നതിൽ നമുക്ക് എളുപ്പം എന്ത് കണ്ടുപിടിക്കാനാണ്? മാക്സിമം ഹൈറ്റിലെത്താനുള്ള ടൈം കണ്ടുപിടിക്കുക. ദെൻ അത് ഡബിൾ ചെയ്താൽ മതി. ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ എന്തുമാത്രം സമയം വേണോ അത്രയും സമയം തന്നെയാണ് അവിടുന്ന് താഴേക്ക് വരാനും വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള സമയം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ടൈം കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി ഉള്ള ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? v is equal to u plus at, s is equal to ut plus half at square. ഈ രണ്ട് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയാൽ അവിടെ ടി രണ്ടിടത്ത് വരുന്നുണ്ട്, ut plus half at സ്ക്വയറും വരുന്നുണ്ട്. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് ടി കണ്ടുപിടിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഇസ് v is equal to u plus at. സോ അതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഹൈറ്റിൽ v എന്ന് പറഞ്ഞാൽ 0, u it is initial velocity 49 meter per second. Then മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് -9.8 into t. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ t is equal to 5 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഈ 5 സെക്കൻഡ് എന്ന് കിട്ടിയിരിക്കുന്ന എന്തിനുള്ള ടൈമാണെന്ന് ഇപ്പം പറഞ്ഞത്? ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞ് മാക്സിമം ഹൈറ്റിലെത്തുന്ന ടൈമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബോൾ എറിഞ്ഞെത്തുന്ന തിരിച്ച് സർഫസ് ഓഫ് ദ എർത്തിൽ വരുന്ന ടൈമാണ്. സോ മാക്സിമം ഹൈറ്റിലെത്താൻ 5 സെക്കൻഡ് ആണെങ്കിൽ തിരിച്ച് ഗ്രൗണ്ടിലോട്ട് എത്താനും എത്ര തന്നെ വേണം? 5 സെക്കൻഡ് വേണം. സോ ഇവിടുന്ന് മാക്സിമം ഹൈറ്റിൽ 5 സെക്കൻഡ്, then again 5 സെക്കൻഡ്. സോ ദ ടോട്ടൽ ടൈം ടേക്കൺ ടു റീച്ച് ദി ഗ്രൗണ്ട് ഓർ ദ എർത്ത് ഈസ് 10 സെക്കൻഡ് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 10 സെക്കൻഡ് there. Okay, hope you are clear. Now let's move on to the next question. That is 14th question. A stone is thrown vertically upward with an initial velocity of 14 meter per second, taking g is equal to 10 meter per second square. Find the maximum height reached by the stone. What is the net displacement and the total distance covered by the stone? So
സ്റ്റോൺ ഈസ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പം നമ്മൾ ബോളിൻ്റെ കേസ് പറഞ്ഞ അതേ സെയിം പ്രോബ്ലം തന്നെയാണ്, ജസ്റ്റ് നമ്പേഴ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാറിപ്പോയി. 14th ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കും. എ സ്റ്റോൺ ഈസ് പ്ലേസ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 19.6 മീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി ഗ്രൗണ്ട്. ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. 14th ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റോൺ ഈസ് പ്ലേസ്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 19.6 മീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി ഗ്രൗണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു 19.6 മീറ്റർ നീളമുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു കല്ല് താഴേക്ക് ഇടുകയാണ്. ഓക്കെ, ആ കല്ല് താഴേക്ക് ഇടുകയാണ്. ഇനി നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് കല്ല് താഴേക്ക് വീഴുമ്പം ആ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആയിപ്പോവും. അതിന് തൊട്ട് മുമ്പുള്ള ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് അറ്റൈൻ ചെയ്ത മാക്സിമം വെലോസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ അറിയാം തന്നിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും. ഫസ്റ്റ് വൺ ഹൈറ്റ് തന്നിട്ടുണ്ട്, ടവറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം ആ സ്റ്റോൺ സഞ്ചരിക്കുന്ന ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 19.6 മീറ്റർ ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അതായത് എസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 19.6 മീറ്റർ. ഇനി നമ്മൾ മുകളിൽ നിന്ന് കല്ല് താഴ്ത്തത് ജസ്റ്റ് ഒരു ഫോഴ്സോ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് വെറുതെ വിടുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0. സോ യു ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഫൈനൽ വെലോസിറ്റി u, which is v, which is equal to a question mark. And നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ വി ഡോണ്ട് നീഡ് ടു ടേക്ക് എ നെഗറ്റീവ് സൈൻ ബിക്കോസ് ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ബോൾ ഓർ ദ സ്റ്റോൺ ഈസ് ഫാളിങ് ഡൗൺവേർഡ്സ്. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്കവിടെ എന്തെടുക്കണ്ട, വി ഡോണ്ട് നീഡ് ടു ടേക്ക് ദി നെഗറ്റീവ് സൈൻ. സോ നമുക്ക് 19.6 ഉണ്ട്, u0 ഉണ്ട്, g 9.8 ഉണ്ട്. Now we have to calculate the v. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് നമുക്ക് അത് വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. v² - u² is equal to 2as എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. സോ v² is equal to, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2 × 9.8 × 19.6 മീറ്റർ എന്ന് കിട്ടും. Now അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 384.16 എന്നുള്ളത് കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ വി ഗെറ്റ് ആൻസർ 19.6 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 9.8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 19.6 തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? അപ്പം v² എന്ന് പറയുന്നത് 19.6 × 19.6 എന്ന് വരും. അപ്പം അതിൻ്റെ റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു 19.6 എടുത്താൽ പോരെ. 4 × 4 എന്നുള്ളത് 16 ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതാണോ നല്ലത്? 4 × 4ൻ്റെ റൂട്ട് എത്രയാണെന്ന് വെച്ചാൽ 4 എന്ന് പറയുന്നതാണോ? സ്പെറ്റർ 4 എന്ന് പറയുന്നതല്ലേ? സെയിം പോലെ തന്നെ 19.6 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇനി അത്രയും പെട്ടെന്ന് ചിന്തിച്ചില്ല എങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ 14th ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് നമുക്ക് 15th ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ജസ്റ്റ് മൊമെൻറ്റ് ബിഫോർ വായിച്ചതാണ്. ഒരു ബോൾ അപ്വേർഡ് എറിയുകയാണ് വിത്ത് വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. അവിടെ നമുക്ക് മാക്സിമം ഹൈറ്റ് കാണണം, നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം, ഡിസ്റ്റൻസ് കവേർഡ് കാണണം. നമ്മൾ 13 ക്വസ്റ്റ്യൻ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, മാക്സിമം ഹൈറ്റിൽ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക, ഡിസ്റ്റൻസ് കാണുക, ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക. ഓക്കെ, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിസ്റ്റൻസ് മാക്സിമം ഹൈറ്റിലെത്തുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന്, സപ്പോസ് ഇപ്പോൾ ഒരു 10 മീറ്റർ ആണെന്ന് കരുതും, അത് കണ്ടുപിടിക്കണം. 10 മീറ്റർ ആണെന്ന് കരുതിയെങ്കിൽ തിരിച്ച് താഴ്ത്തും അത് എത്ര മീറ്റർ തന്നെ സഞ്ചരിക്കും? 10 മീറ്റർ തന്നെ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എത്രയായിരിക്കും? 10 + 10 എന്നുള്ളത് എടുക്കണം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? സിംപ്ലി ചിന്തിച്ചാൽ മതി. നമ്മളൊരു ബോൾ മുകളിലോട്ട് വരുന്നു, തിരിച്ചത് നമ്മുടെ കയ്യിൽ തന്നെയാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷനാണ്. ഫൈനൽ പൊസിഷൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്, ഇനിഷ്യൽ പൊസിഷൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അവിടെ വ്യത്യാസം വരുന്നില്ല. സോ അവിടെ എത്ര വരും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 വരും. ബട്ട് ഡിസ്റ്റൻസ് യു ഹാവ് ടു കാൽക്കുലേറ്റ്. Okay, so it's a homework questions for you. That is, mark it as 15th question is a homework. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്, അതും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഈ 13th ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. Now move on to the 19th question.
In what direction does the buoyant force on an object immersed in a liquid act? In what direction does the buoyant force on an object immersed in a liquid act? ഒരു വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ത്തിയ ഒരു ഒബ്ജക്റ്റിൻ്റെ ബോയിൻ്റ് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾ ബോയിൻസ് പഠിച്ചപ്പോൾ പറഞ്ഞാണ് ഒരു ഒബ്ജക്റ്റിനെ വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് പുഷ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് അപ്വേർഡ് ഫോഴ്സ് ഇസ് നോൺ ആസ് ബോയിൻ്റ് ഫോഴ്സ്. സോ ആ ബോയിൻ്റ് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ബോയൻസിയുടെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദി upward direction. So the answer is upward direction ആണ് ആൻസർ വരുന്നത്. Now the 20th question is, why does a block of plastic released under water come up to the surface of water? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വാട്ടറിൻ്റെ അടുത്തട്ടി കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് കൊണ്ടുവച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മുകളിലേക്ക് വരുന്നത്? ഇതും നമ്മൾ ബോയൻസിയുടെ ഭാഗത്ത് പഠിച്ച കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും മുകളിലേക്ക് വരുന്നത്? നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ താഴ്ന്നു കിടക്കണേ എന്തായിരിക്കണം? അതിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അത് പൊങ്ങി വരുന്നത് എപ്പോഴായിരിക്കും? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടി വരുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? എന്താണ്? ബോട്ടിലിൻ്റെ ഡെൻസിറ്റി, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കുറവായതുകൊണ്ടാണ് അത് പൊങ്ങി വന്നതെന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. സോ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ഒരുമാതിരി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എന്ന് വേണം പറയാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്, അതുകൂടെ വർക്കൗട്ട് ചെയ്യുക. ഇനി ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക. ഇനി ഇത് നമുക്ക് നോട്ടിലേക്കുള്ളത് നോട്ട്സൊക്കെ തന്നേക്കാം. ഓക്കെ, താങ്ക് യു.